Dear friends, welcome back to Dubai Visit Part 2. അപ്പം ഫസ്റ്റ് ഡേ പ്ലാൻ ചെയ്തത് ഈ ഡെസ്റ്റിനേഷൻസ് ഒക്കെയാണ് ദുബായ് ഫ്രെയിം, സ്കൈ ഒബ്സർവേറ്ററി, ദുബായ് മോൾ ആൻഡ് ബുർജ് ഖലീഫ. അപ്പോൾ നമുക്ക് ദുബായ് ഫ്രെയിമിലേക്ക് വിട്ടാലോ? ദുബായ് ഫ്രെയിം ഒരു മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ഗോൾഡൻ റെക്റ്റാങ്കിൾ. ഇത് ഗോൾഡ് കൊണ്ട് മെയ്ഡ് ചെയ്തതല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗോൾഡൻ ക്ലാഡിങ് കൊടുത്തതാണ്. ദുബായ് ഫ്രെയിമിന് രണ്ട് സൈഡ്സ് ഉണ്ട്. വൺ സൈഡ് മോഡേൺ ദുബായും ദി അതർ സൈഡ് ഓൾഡ് ദുബായും ആണ്. അങ്ങനെ കാർ പാർക്കിങ്ങിലെത്തി കാറ് പാർക്ക് ചെയ്ത് $50 AEDയുടെ ടിക്കറ്റാണ് ഇവിടെ അഡൽട്സിന്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് സ്കൈ ഡെക്ക് കാണാൻ വേണ്ടിയിട്ട് ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. 150 meters ടോളാണ് ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഹൈറ്റ്. 160 floors ലിഫ്റ്റിൽ കയറിയിട്ട് വേണം അതിൻ്റെ ടോപ്പ് സ്കൈ ഡെക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലിഫ്റ്റ് കയറി 160 floors ടോൾ ടവറിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബ്രിഡ്ജാണ്, ആക്ച്വലി 2 ടവേഴ്സ് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് വാക്കിംഗ് വേ ആണ്, ഒരു 25 meters ലോങ്. ശരിക്കും നല്ലൊരു ഇൻസ്പയറിങ് എക്സ്പീരിയൻസ് ആണ്. കാരണം പെനോറമിക് വ്യൂ ഔട്ട്സൈഡ് ആൻഡ് ദ ഗ്ലാസ് വാക്ക് ഇൻസൈഡ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇരുന്നിട്ട് എല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാരണം ഇത്രയും ഒരു ടോൾ ബിൽഡിങ്ങിൻ്റെ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി നടക്കുമ്പം ശരിക്കും നല്ല പേടി തോന്നും. നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാവരും ഇങ്ങനെ പേടിച്ചൊക്കെയാണ് അതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കുന്നത്. നമുക്കൊരു എഡ്രിനാലിൻ റഷ് വരും ഇത് കാണുമ്പം, ഇതിലെ കൂടി നടക്കുമ്പം. നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു കോഫിയെല്ലാം കഴിച്ച് അധികം സമയം കളയാതെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സ്കൈ ഒബ്സർവേറ്ററിയിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. സ്കൈ ഒബ്സർവേറ്ററി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഡൗൺ ടൗൺ ദുബായിൽ എഡ്രസ് സ്കൈ വ്യൂ ഹോട്ടലിൻ്റെ 52nd and 53rd ഫ്ലോറിലാണ് കേട്ടോ. ഈ സ്കൈ ഒബ്സർവേറ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വെൻ കമ്പയർഡ് ടു ദുബായ് ഫ്രെയിം, ഇതിൻ്റെ സെയിം സ്കൈ വ്യൂ, ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, ഇവിടെയും സെയിം ആണ്. ബട്ട് ഈ ഒരു 360-degree വ്യൂ, സിറ്റി സ്കൈ ലൈൻ ഇൻക്ലൂഡിങ് ബുർജ് ഖലീഫ ഈ ഒരു സ്കൈ ഒബ്സർവേറ്ററിന്നേ ഉള്ളൂ. പിന്നെ ഈ സ്കൈ ഒബ്സർവേറ്ററിയുടെ വേറെ ഫെസിലിറ്റീസ് ഇവിടെ സ്കൈ വ്യൂ എഡ്ജ് വാക്ക് ഉണ്ട്, സ്കൈ സ്ലൈഡിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ എഡ്ജ് വാക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കാണാം, പക്ഷെ ഞങ്ങളത് ചൂസ് ചെയ്തില്ല. ഞങ്ങൾ സ്കൈ സ്ലൈഡിന് ഡാരന് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ. ആൾക്കാർ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ മെല്ലെ ഈ ഒരു പെനോറമിക് 360 വ്യൂ ക്യാപ്ചർ ചെയ്യാനും പിന്നെ ഡാരന് ഗ്ലാസ് സ്ലൈഡ് റൈഡ് ചെയ്യാനും ഉള്ള സ്ഥലത്തേക്ക് നീങ്ങി. ഡാരൻ അവിടെ ചാടിക്കയറി ഗ്ലാസ് സ്ലൈഡ് റൈഡിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്കെയറി ആയിട്ട് തോന്നും, ബട്ട് ഹീ സെഡ് ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. സ്കൈ ഒബ്സർവേറ്ററിയിൽ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് പിന്നെ ദുബായ് മോളിലേക്കാണ്. ദുബായ് മോൾ കാർ പാർക്കിംഗ് ചെയ്ത് അകത്തെത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. എനിവേ അവിടെ ഒരു ബ്ലാക്ക് ടാപ്പ് റെസ്റ്റോറൻറ്റ് ഫോർ വെരി ഫേമസ് ഫോർ ക്രാഫ്റ്റ് ബർഗേഴ്സ് ആൻഡ് ക്രേസി ഷേക്സ്, വേൾഡ് ഫേമസ് ബ്ലാക്ക് ടാപ്പ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പാണ്.
അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ദുബായ് മോളെല്ലാം ഒന്ന് ചുറ്റിയടിച്ച് നടന്ന് കണ്ട്. അണ്ടർ വാട്ടർ സൂ ആൻഡ് ദുബായ് അക്വേറിയം നമ്മുടെ പ്ലാനിലില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ മാത്രമാണ് ഞങ്ങൾ നടന്ന് കണ്ടത്. കാരണം ടിക്കറ്റ് എടുത്ത് ഒരു 3 to 4 hours അതിന് സ്പെൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ മറക്കാണ്ട് വാങ്ങിച്ചൊരു സാധനമാണ് ദുബായ് ചോക്ലേറ്റ്, പിസ്താഷ്യോ കുനാഫ. ഒന്നും പറയേണ്ട, ഒരു രക്ഷയില്ല, അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു. ദുബായ് മോളിൽ നിന്ന് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ്നപ്പൊക്കെ ആയി നമ്മൾ നെക്സ്റ്റ് വാൻറ്റേജ് പോയിൻ്റ് ബുർജ് ഖലീഫയിലേക്ക് പെട്ടെന്ന് തന്നെ പോയി. അവിടെ ടിക്കറ്റ് എടുത്ത എൻട്രി ആയിരുന്നു. സോ 6 PM വി ഹാഡ് ടു റിപ്പോർട്ട്. ബുർജ് ഖലീഫ ഞങ്ങൾ 6 o'clock സൺസെറ്റ് ടിക്കറ്റാണ് ഓപ്റ്റ് ചെയ്തത്. അവിടെ 154th floor ഹയസ്റ്റ് ലോഞ്ച് ടോപ്പ് സ്കൈ വ്യൂ ആണ് എടുത്തത്. ടിക്കറ്റിൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ക്യൂ ഒക്കെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് ലിഫ്റ്റിൽ കയറിയിട്ട് 154th floorലേക്ക് പോവാം. അത് ഭയങ്കര ടൈം സേവിങ് ആയിരുന്നു. അവിടെ ഈ ടിക്കറ്റിൻ്റെ കൂടെ ഗോർമേ കനാപ്പേ ആൻഡ് ഹൗസ് ബിവറേജസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ പുറത്തൊക്കെ പോയി പെനോറമിക് വ്യൂ ഒക്കെ കണ്ടു. ഇറ്റ് വാസ് എൻ ഓസം എക്സ്പീരിയൻസ് ടു ബി ഓൺ ദ വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നെക്സ്റ്റ് വാൻറ്റേജ് പോയിൻറ്റ്സുമായിട്ട് ഞാൻ ഉടൻ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ്സിലെത്തുന്നതായിരിക്കും. ലൈക്ക് മിറക്കിൾ ഗാർഡൻ, ഗ്ലോബൽ വില്ലേജ്, ഗോൾഡ് സൂക്ക്, എക്സെട്ര. So see you soon. Till then, bye.